Good morning everyone. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലംസ് ആയിരുന്നു നോക്കിയത്. സോ അതിൽ കുറച്ച് പ്രോബ്ലംസും കൂടി പെൻഡിങ് ഉണ്ട്. എക്സ്ട്രാ പ്രോബ്ലംസ് ആണ്. നമ്മളത് ട്യൂട്ടോറിയൽ സെക്ഷൻ ആയിട്ട് ഇന്നങ്ങ് കംപ്ലീറ്റ് ചെയ്യുവാണ്. സോ ഇന്നുകൊണ്ട് നമ്മൾ തേർഡ് മോഡ്യൂളിലെ ടോപ്പിക്സ് ഓൾമോസ്റ്റ് തീർക്കും. സോ തേർഡ് മോഡ്യൂളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടോപ്പിക്കുകളാണ് സെൻട്രോയിഡും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും. അതിനകത്ത് ഓപ്ഷൻ ഇടരുത്. ആ രണ്ട് പോർഷനും നന്നായിട്ട് തറവായിട്ട് പഠിച്ചിരിക്കണം. സോ സെൻട്രോയിഡിൽ നിന്ന് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഷെയ്ഡഡ് ഏരിയ ആസ് ഷോൺ വിത്ത് റെസ്പെക്ട് ടു ദ സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാനാണ് കൂടുതലും ചോദിക്കുന്നത്. അല്ലാതെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും ഏത് ആക്സിസ് അല്ലെങ്കിൽ ഏത് റെഫറൻസ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റു ആയിട്ടാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണേണ്ടതെന്ന്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഷെയ്ഡഡ് ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് നമുക്ക് കാണേണ്ടത്. സോ അപ്പോൾ ഇതിനകത്ത് എന്താണ്, രണ്ട് പോർഷനാണുള്ളത്. എന്താണ്, ഒരു ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിളിനകത്ത് ഒരു റെക്റ്റാങ്കുലർ പോർഷൻ. സോ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ വേണമെങ്കിൽ ഈ ഫസ്റ്റ് ഏരിയയിൽ നിന്ന്, ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ പോർഷൻ മൈനസ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമിൻ ദ സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡൽ ആക്സിസ് ഡിറ്റർമിൻ ചെയ്യണം. കാരണം സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റു ആയിട്ടാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമിൻ ദ സെൻട്രോയിഡൽ ആക്സിസ്. സോ സെൻട്രോയിഡൽ ആക്സിസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രോയിഡ് കാണാനുള്ള സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് റെഫറൻസ് ആക്സിസ് ഏതാണെന്ന് ഫിക്സ് ചെയ്യണം. ദെൻ എത്ര സെക്ഷൻസ് ഉണ്ടോ ആ സെക്ഷൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ സെക്ഷൻ്റെയും ഏരിയയും സെൻട്രോയിഡും സെൻട്രോയിഡ് ഡിസ്റ്റൻസും എല്ലാം കണ്ടിട്ട് ഫൈനലി നമ്മൾ എന്താണ് സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ എക്സ് ബാർ വൈ ബാർ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ബാർ വൈ ബാർ കോർഡിനേറ്റ് അല്ലെങ്കിൽ എന്താണ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ റെഫറൻസ് ആക്സിസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതെങ്കിലും ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു എന്താ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ ആ ആക്സിസ് സിമെട്രിക് ആക്സിസ് റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഹിയർ നമുക്ക് എക്സ് ആക്സിസിന് ഇതാണ് സിമെട്രിക് ആയിട്ട്, അല്ലെങ്കിൽ എക്സ് ആക്സിസ് നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ സിമെട്രി. ബട്ട് നമുക്ക് വൈ ആക്സിസ് ഇങ്ങനെ വെർട്ടിക്കലായിട്ടൊരു ആക്സിസ് കട്ട് ചെയ്യുവാണ്, വൈ ആക്സിസ് കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ് സിമെട്രിക് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ്. വൈ ആക്സിസിന് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ സിമെട്രിക് ആയിട്ടാണ് നിൽക്കുന്നത്. സോ നമുക്ക് റെഫറൻസ് ആക്സിസ് എങ്ങനെ എടുക്കാം, വൈ ആക്സിസ് ഇങ്ങനെയും എക്സ് ആക്സിസ് ഇങ്ങനെയും എടുക്കാം. ഇതാണ് നമ്മുടെ റെഫറൻസ് ആക്സിസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. ഓക്കെ, ദെൻ ഇപ്പം നമുക്ക് റെഫറൻസ് ആക്സിസ് വൈ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു സിമെട്രി ആണെന്നുണ്ടെങ്കിൽ എക്സ് ബാർ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ് ബാർ നമ്മൾ സെപ്പറേറ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ട കാര്യമില്ല. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 0. ദെൻ വൈ ബാർ മാത്രമേ ഉള്ളൂ, എന്താണ് ഷെയ്ഡഡ് പോർഷൻ ആയതുകൊണ്ട് തന്നെ A1 y1 മൈനസ് A2 y2 ബൈ A1 മൈനസ് A2 ഈസ് വൈ ബാർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതിൻ്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് y1ഉം y2. സോ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ബി എച്ച്. സോ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഈ ട്രയാങ്കിളിൻ്റെ ഈ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. അതിന് വേണ്ടിയാണ് ഈ ആംഗിളൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സോ tan 60 എന്ന് വെച്ചാൽ എന്ത് വരും, എച്ച് ബൈ 5. ഇത് ഇത്രയും 5 ആണ്, 60 എന്ന് തന്നിട്ടുണ്ട്. സോ tan 60 ഈസ് എച്ച് ബൈ 5. ഫ്രം ദാറ്റ് വി ഗെറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ആസ് 8.66 centimeter. ഫ്രം ദാറ്റ് വി ക്യാൻ ഡിറ്റർമിൻ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ A2 എന്താണ്, ഇത് ഫസ്റ്റ് ഏരിയ, ഇത് സെക്കൻഡ് ഏരിയ. സോ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കിട്ടും. ദെൻ x1 x2 ഡിസ്റ്റൻസ് 0 ബിക്കോസ് ഇറ്റ് ദ section is symmetric about y axis, so x bar is equal to 0. Then y1 ഉം y2 എന്താ വരും, y1 ഈസ് ട്രയാങ്കിളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ h/3 ഡിസ്റ്റൻസ് ആണ്, h/3 ആണ്. ദെൻ റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് വരെയുള്ള ഹൈറ്റ് എടുക്കുക പ്ലസ് ഇത് ഇത്രയും ബൈ 2. ഓക്കെ, സോ 2 പ്ലസ് 4/2, കാരണം നിങ്ങൾക്ക് ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, 2 ആണ് തന്നിട്ടുണ്ട്. ഇത് വരെ 2. സോ 2 പ്ലസ് ഇതിൻ്റെ ഹാഫിലാണ് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ്. സോ 2 പ്ലസ് 4/2 ഈസ് y2. ദെൻ
അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? വൈ ബാർ ഡിറ്റർമിൻ ചെയ്യാം. വൈ ബാർ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ ദ സെൻട്രോയിഡ്. ഈ ഫിഗർ വരയ്ക്കുക. ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ടുള്ള ഫിഗർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഐ ജി എക്സ് എക്സും ഐ ജി വൈ വൈയും ഡിറ്റർമിൻ ചെയ്യണം. സോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് centroidal axis about xx direction and yy direction. Okay, so igxx എന്താണ്? moment of inertia of triangle minus moment of inertia of rectangle about the xx axis. Okay, so equation എന്താണ്? ig1xx plus a1h1 square minus ig2xx plus a2h2 square. So first section moment of inertia minus second section moment of inertia, and moment of inertia is explained in എന്താണ്? പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു റെഫറൻസ് ആക്സിസ് ഉണ്ട്. ആ റെഫറൻസ് ആക്സിന് വിത്ത് റെസ്പെക്ട് ഇതിൻ്റെ ഏരിയ എയും ഇതിൻ്റെ ഇതും സെൻട്രോയിഡ് വരെയുള്ള ഹൈറ്റ് എച്ചും ആണെന്നുണ്ടെങ്കിൽ എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റെഫറൻസ് ആക്സിസ് ഐ എ ബി ഈസ് ഈക്വൽ ടു ഈ ഒരു ലാമിനയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ ജി പ്ലസ് ഏരിയ ഓഫ് ദാറ്റ് ലാമിന ഇൻറ്റു എച്ച് സ്ക്വയർ. ഇതാണ് എന്താണ്? പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ദാറ്റ് ഈസ് രണ്ട് ആക്സിസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു റെഫറൻസ് ആക്സിസും ഒരു സെൻട്രോയിഡൽ ആക്സിസും ഉണ്ടെങ്കിൽ പാരലൽ ആക്സിസ് തിയറം പറയുന്നത് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ അതർ ആക്സിസ് ദാറ്റ് ഈസ് റെഫറൻസ് ആക്സിസ് ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് സെക്ഷൻ പ്ലസ് ഏരിയ ഓഫ് ദാറ്റ് സെക്ഷൻ ഇൻറ്റു ദ ഹൈറ്റ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് two axes, that is one is centroidal axis and another one is reference axis, and the both axes should be parallel to each other. അതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഓക്കെ, സോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ എന്താ? ബി എച്ച് ക്യൂ ബൈ 36 ആൻഡ് റെക്റ്റാങ്കിൾ ഈസ് ബി ഡി ക്യൂ ബൈ 12. ദെൻ H1 എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോയിഡൽ ഹൈറ്റ് നമുക്കുണ്ട്, അതുപോലെ എൻ്റെ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡും ഉണ്ട് h/3. ആ രണ്ട് അതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? h1 y1 മൈനസ് y ബാർ ആൻഡ് h2 ഈസ് y2 മൈനസ് y ബാർ. ദെൻ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ ജി എക്സ് എക്സ് കിട്ടും. ദെൻ ഐ ജി വൈ വൈ എന്ന് പറയുന്നത് ig1 yy പ്ലസ് a1h1 സ്ക്വയർ പ്ലസ് മൈനസ് ig2 yy പ്ലസ് a2h2 സ്ക്വയർ. ഇതിൽ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണ്? എല്ലാത്തിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓരോ ലൈനിലായതുകൊണ്ട് h1 h2 വാല്യൂസ് 0 ആണ്. ഇനി എന്താ ഇതിനകത്തൊരു ഡിഫറൻസ് വരുന്നത്? നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ട്രയാങ്കിൾ, നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് എക്സ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇക്വേഷൻ നോക്കിയാൽ മതി. ഐ എക്സ് എക്സും ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഐ എ ബിയും ബേസ് ആക്സിസും ഐ വൈ വൈയുടെ ഇക്വേഷൻ ഇല്ല. സോ അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ എ ബി ഡി അത് ട്രയാങ്കിളിൻ്റെ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാക്കി മാറ്റാം. സോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി അബൌട്ട് ഇറ്റ്സ് ബേസ് എ ഡി ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ട്രയാങ്കിൾ എ ഡി സി അബൌട്ട് ഇറ്റ്സ് ബേസ് എ ഡി. രണ്ടിൻ്റെ ബേസ് എന്താണ്? എ ഡി ആണ് ഈ ബേസ്. ഈ ബേസ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിളും ഇപ്പുറത്തൊരു ട്രയാങ്കിളുമായിട്ട് മാറ്റി. ഓക്കെ, സോ ബേസിലാണല്ലോ, ഇതാണ് നമ്മുടെ ബേസിലാണ് ഈ വൈ ആക്സിസ് വരുന്നത്. ബേസിൻ്റെ ഇക്വേഷൻ എന്താണ്? ബി എച്ച് ക്യൂ ബൈ 12 ആണ് ബേസിൻ്റെ ഇക്വേഷൻ. നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ ട്രയാങ്കിളിന് ഏതൊക്കെയാണ് ഉള്ളത്? ഐ എക്സ് എക്സും ഉണ്ട്, ബേസും ഉണ്ട്. ഐ എക്സ് എക്സിന് വിത്ത് റെസ്പെക്ട് ടു ഇക്വേഷൻ അറിയാം, ബേസിന് വിത്ത് റെസ്പെക്ട് ടു ഇക്വേഷൻ അറിയാം. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ആക്സിസ് ബേസിൽ കൂടിയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ആക്സിസ് ബേസിൽ കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് എന്താ ബേസിൻ്റെ ഇക്വേഷൻ എടുക്കാം. എന്താണ്? വി ഡി ക്യൂ ബൈ 12. ഇത് രണ്ടിലും ബേസിൻ്റെ ഇക്വേഷൻ എടുത്തു. സോ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ഐ വൈ വൈ കിട്ടും. സോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കൊള്ളുക. കാരണം നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ മാത്രമേ ട്രയാങ്കിളിനുള്ളൂ, വൈ വൈ ഡയറക്ഷനിലില്ല. സോ അത് എടുക്കുന്ന രീതിയിൽ വേണം നമ്മളെന്താ അതിനെ കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഷെയ്ഡഡ് ഏരിയ ഷോൺ ഇൻ ഫിഗർ വിത്ത് റെസ്പെക്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. സോ ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ എന്താ ഒരു ട്രയാങ്കിളും ഉണ്ട്, ആ ട്രയാങ്കിളും ദെൻ ഒരു സർക്കിളും. സോ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ എന്ത് വേണം? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് വേണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു
ഡിറ്റർമിൻ ദ സെൻട്രോയിഡൽ ആക്സിസ്. സോ സെൻട്രോയിഡൽ ആക്സിസ് കാണുമെങ്കിൽ ഫസ്റ്റ് നമ്മൾ റെഫറൻസ് ആക്സിസ് എടുക്കണം. ഇവിടെ സിമട്രി ഒന്നുമില്ല, ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്ട് സിമട്രിക്കായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. സോ ബേസ് തന്നെ നമ്മൾ എന്ത് റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുത്തു. ദെൻ അതിനകത്തുനിന്ന് ഫസ്റ്റ് പോർഷനിൽ നിന്ന് സെക്കൻഡ് പോർഷൻ മൈനസ് ചെയ്യുമ്പോൾ എക്സ് ബാറും വൈ ബാറും കിട്ടും. അത് വെച്ചിട്ട് സെൻട്രോയിഡൽ ആക്സിസ് മെഷർ ചെയ്യുക. ദെൻ ഐ ജി എക്സ് എക്സും ഐ ജി വൈ വൈയും കാണുക. ഡിഫറൻസ് ഒന്നുമില്ല, സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, അതുപോലെ ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഏരിയ ഷോൺ ഇൻ ഫിഗർ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. ഒരു ഐ സെക്ഷനാണ്. നിങ്ങൾ നേരത്തെ തന്നിരുന്ന ഐ സെക്ഷൻ ഒരു സിമട്രിക് സെക്ഷനായിരുന്നു അല്ലേ? നമ്മൾ നേരത്തെ ഒരു ഐ സെക്ഷൻ്റെ പ്രോബ്ലം ചെയ്തായിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സിമട്രിക് അബൌട്ട് എക്സ് എക്സ് ആക്സിസിനും വൈ വൈ ആക്സിസിനും സിമട്രി ആയിരുന്നു. കാരണം ക്രോസ് സെക്ഷൻസ് എല്ലാം ടോപ്പിലെയും ബോട്ടത്തിലെയും എല്ലാം ഫ്ലാഞ്ചിൻ്റെയും വെബിൻ്റെ എല്ലാം ഡയമെൻഷൻ എന്താണ്? സിമട്രിക് ആയിരുന്നു. ബട്ട് ഹിയർ ബോട്ടം പോർഷൻ ലെങ്ത് ഈസ് 20 cm ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 10 cm. സോ എക്സ് ആക്സിസിന് സിമട്രിക് അല്ല, ബട്ട് ഇതിനെ നമുക്ക് എന്താണ്? വൈ ആക്സിസിന് സിമട്രിക് ആയിട്ട് എടുക്കാം. സോ ഇറ്റ് ഈസ് സിമട്രിക് അബൌട്ട് വൈ വൈ ആക്സിസ്. സോ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 0. വൈ ബാർ മാത്രം ഡിറ്റർമിൻ ചെയ്താൽ മതി. സോ വൈ ബാർ ഡിറ്റർമിൻ ചെയ്യാൻ ഫസ്റ്റ് റെഫറൻസ് ആക്സിസ് നമ്മൾ എടുത്തു, വൈ ആക്സിസും റെഫറൻസ് ആക്സിസ്. ദെൻ ഇതിനെ 3 റെക്റ്റാങ്കിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ A1 A2 A3 Y1 Y2 Y3 കിട്ടിക്കഴിഞ്ഞാൽ വൈ ബാറിൻ്റെ വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് വി ക്യാൻ ഡ്രോ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് നമുക്ക് വരയ്ക്കാം. ദെൻ ഐ ജി എക്സ് എക്സ് ആൻഡ് ഐ ജി വൈ വൈ. സോ ഐ ജി എക്സ് എക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് തേർഡ് റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, സോ ഐ ജി എക്സ് എക്സ് ഈസ് 3 വരും. റെക്റ്റാങ്കിൾ ആകുമ്പോൾ ബി ഡി ക്യൂ ബൈ 12. ഇൻ എക്സ് ഡയറക്ഷൻ ഇറ്റ് ഈസ് ബി ഡി ക്യൂ ബൈ 12 ആൻഡ് ഇൻ വൈ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഡി ബി ക്യൂ ബൈ 12. സോ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ ഐ വൈ വൈ എടുക്കുമ്പോൾ H1 H2 H3 value 0 because all the values are in the same line. Okay, so അതിനകത്ത് ഐ ജി വൈ വൈ എന്ന് പറയുന്നത് എന്ത് മാത്രം വരും? ഓരോ സെക്ഷൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ ജി വാല്യൂ മാത്രം വരും, ഡി ബി ക്യൂ ബൈ 12. ഫ്രം ദാറ്റ് വി ക്യാൻ ഡിറ്റർമിൻ ദി ഐ ജി വൈ വൈ. നെക്സ്റ്റ് ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഏരിയ വിത്ത് റെസ്പെക്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. സോ നെക്സ്റ്റ് പ്രോബ്ലം ആണിത്. ഇതിലെന്തൊക്കെയുണ്ട്? ഒരു ട്രയാങ്കിളുണ്ട്, ഒരു സെമി സർക്കിളുണ്ട്, ഒരു സർക്കിളുണ്ട്. ഓക്കെ, സോ ഇത്രയും പോർഷനിൽ നിന്ന് ഈ സർക്കിളിനെ എന്താണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുവാണ്. സോ ഇതാണ് ഷെയ്ഡഡ് പോർഷൻ. ആക്ച്വലി ദിസ് ഈസ് ദ ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, ഈ ഷെയ്ഡഡ് പോർഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാം. ഇതിനെ എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ സിമട്രിക് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ ഫസ്റ്റ് വി നീഡ് ടു ഡ്രോ ദ ഓർ ഡിറ്റർമിൻ ദി സെൻട്രോയിഡ് ഡിറ്റർമിൻ ചെയ്യാൻ ഇതിനെ എത്ര സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം? ഈ ട്രയാങ്കിൾ സെമി സർക്കിൾ, ഇന്ന് ട്രയാങ്കിളിൽ നിന്ന് സെമി സർക്കിളിൽ നിന്ന് നമുക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യണം? സർക്കിൾ ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മളെ റെഫറൻസ് ആക്സിസ്. ട്രയാങ്കിളുണ്ട്, സെമി സർക്കിളുണ്ട്, സർക്കിളുണ്ട്. ഓക്കെ, സോ ഓരോ പോർഷൻ്റെയും എടുക്കണം ഏരിയ x1 y1, അതുപോലെ a2 x2 y2 a3 x3 y3. ഇക്വേഷൻ എങ്ങനെ വരും? a1 x1 പ്ലസ് a2 x2 മൈനസ് a3 x3. ദാറ്റ് ഈസ് ആ റെക്റ്റാങ്കിളിൽ നിന്നും ആ സെമി സർക്കിളിൽ നിന്നും സർക്കിൾ ഡിഡക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് എക്സും വൈ വൈ ആക്സിസ് നോക്കി ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നോക്കി ചെയ്തിരുന്നാൽ മതി. നെക്സ്റ്റ് ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ലാമിന ഷോൺ ഇൻ ഫിഗർ അബൌട്ട് ഇറ്റ് സെൻട്രോയിഡൽ ആക്സിസ്. സോ ഇതൊരു ഐ സെക്ഷനാണ്, പക്ഷേ ഐ സെക്ഷൻ്റെ മുകളിലായിട്ടൊരു പ്ലേറ്റും കൂടെ ഇരിപ്പുണ്ട്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഡിഫറൻസ് ഒന്നുമില്ല. ഇത് നമുക്ക് എക്സ് ആക്സിസിൽ സിമട്രിക് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഈസ് സിമട്രിക് അബൌട്ട് വൈ വൈ ആക്സിസ്. നമുക്ക് വൈ വൈ ആക്സിസിന് ഇതിനെ എന്താണ് സിമട്രിക് ആയിട്ട് എടുക്കാൻ പറ്റും.
സോ y ആക്സിസ് സിമെട്രി ആകുമ്പോൾ എക്സ് ബാർ എന്താണ് 0 ആണ്. സോ y ബാർ മാത്രമേ ഉള്ളൂ. y ബാർ ഈസ് ഇതിൻ്റെ ഫസ്റ്റ് a1x1 പ്ലസ് a2 y bar is a1y1 plus a2y2 plus a3y3 plus a4y4 divided by a1 plus a2 plus a3 plus a4. ഇവിടെ നമുക്ക് 3 സെക്ഷനായിട്ട് എടുക്കാം. സോ നമ്മുടെ റെഫറൻസ് ആക്സിസ് നമ്മൾ y ആക്സിസും x ആക്സിസ് ഇതാണ് റെഫറൻസ് ആക്സിസ്. സോ എക്സ് ബാർ 0 ഇവിടെ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ സെക്ഷൻ്റെയും ഏരിയ y1ഉം y1ഉം a2ഉം y2 ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ y ബാർ വാല്യൂ കിട്ടും. y ബാർ കിട്ടിക്കഴിഞ്ഞാൽ എന്താ IG(x) എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. അതിൽ H1 H2 H3 കാണുക, H3 S4 കാണുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IG YYയിൽ H1 H2 H3 S4 വാല്യൂസ് 0 ആണ്. ബിക്കോസ് അത് സെയിം y ആക്സിസ് തന്നെയാണ് എല്ലാ സെക്ഷൻ്റെയും സെൻട്രോയിഡ് ഉള്ളത്. സോ സെൻട്രോയിഡുകൾ തമ്മിൽ സെൻട്രോയിഡൽ ആക്സിസ് തമ്മിൽ there is no difference. So H1 H2 H3 S4 values are 0. Then substitute the value. Okay, so ഇത്രയുമാണ് പോസിബിൾ ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്നായിട്ട് പഠിക്കുക. തേർഡ് മോഡ്യൂളിൽ സെൻട്രോയിഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഈ തേർഡ് മോഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും നന്നായിട്ട് തറവായിട്ട് പഠിക്കുക സെൻട്രോയിഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും കാണാനായിട്ട്. ഓക്കെ, താങ്ക് യു.